ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നിട്ടോ, എഴുന്നേറ്റ് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ദോശ ഉണ്ടാക്കുന്ന മാവ് ഞാൻ ഇന്നലെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അത് ഇരിക്കുന്നുണ്ടോ, നല്ല പുളിച്ച് പൊന്തി നല്ല സെറ്റായിട്ടിരിക്കുകയാണ്. ഇത് വളരെ കുറച്ച് മാവേ ഉള്ളൂ കേട്ടോ. അപ്പം അതിങ്ങനെ പൊന്തി നിൽക്കുന്നതുകൊണ്ട് ഒരുപാടായിട്ട് തോന്നുന്നതാണ്. ഞാനിത് അരിയും ഉഴുന്നും കൂടി വെള്ളത്തിലിട്ടു, എന്നിട്ട് കുറച്ച് ചോറും കൂടെ കൂട്ടി അരച്ച് വെച്ചതാണ് കേട്ടോ. ഉപ്പിടാതെ അരച്ച് വെക്കണം. രാവിലെ എഴുന്നേറ്റ് നമുക്ക് ഉപ്പിടാം. കുറച്ച് ഉപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നമുക്ക് നിറക്കാം. ദോശയും സാമ്പാറുമാണ് കേട്ടോ രാവിലെ. ഇത് തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ. കുഞ്ഞൊരു സാമ്പാർ, അധികം കഷ്ണങ്ങളൊന്നും ഇല്ലാതെ കുഞ്ഞൊരു സാമ്പാർ വെക്കാം. സാമ്പാർ വെച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ. അതുപോലെ അവിടെ ഇരിക്കട്ടെ. സാമ്പാറിന് വേണ്ടുന്ന കഷ്ണങ്ങൾ കുറച്ച് പരിപ്പ് ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിട്ടേ. തട്ടിക്കൂട്ട് സാമ്പാർ. നമ്മുടെ സാമ്പാറിനകത്ത് കുറച്ച് പരിപ്പ്, പിന്നെ 2 ക്യാരറ്റ്, ഒരു സവോള, കുറച്ച് ചേമ്പ്, ഒരു 2 തക്കാളി, പിന്നെ കുറച്ച് അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഇടും കേട്ടോ. ഞാൻ സാമ്പാറിനകത്ത് വെളുത്തുള്ളി ഇടും. നിങ്ങൾ ആരെങ്കിലും ഇടുവാണെങ്കിൽ പറയാം കേട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ വെളുത്തുള്ളി ഇട്ടാൽ. നമുക്ക് പാകത്തിന് ഉപ്പും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. കാശ്മീരി മുളക് പൊടി കേട്ടോ. തവിട് വേവട്ടെ. അപ്പോൾ നമ്മുടെ സാമ്പാർ കഷ്ണങ്ങൾ ഇതാ ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഉടഞ്ഞിട്ടുണ്ട്. ഒന്ന് താളിച്ചെടുക്കാം. നമ്മുടെ ചട്ടി ചൂടാകുമ്പോഴത്തേന് നമുക്ക് ഈ കുഞ്ഞുള്ളി ഒന്ന് കുറച്ച് അരിഞ്ഞെടുക്കാം. ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ഞാൻ 2 കേട്ടോ. ജസ്റ്റ് ഒന്ന് മുറിച്ചിരിക്കുന്നു. ഇവിടെ പാൻ ഇവിടെ ചൂടായി. വെളിച്ചെണ്ണ, നമ്മൾ കടുക് പൊട്ടിക്കാൻ പോകണം. അപ്പോൾ അതിലേക്ക് ആദ്യം ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. 5-6 ഉലുവ വന്നിട്ട് പൊട്ടിച്ചാൽ നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ സാമ്പാറിന്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ഉള്ളിയും വേപ്പിലയും പച്ചമുളകും 1 എല്ലാം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം.
സാമ്പാർ വെക്കുന്ന ദിവസം പിന്നെ നമുക്ക് എന്തെങ്കിലും മീനോ അല്ലെങ്കിൽ ഒരു തോരനോ ഒരു പപ്പടമോ ഒക്കെ ഉണ്ടെങ്കിലും മതി. ഉച്ചയ്ക്ക് നമുക്ക് അത് തന്നെ കഴിക്കാം. മുളകൊക്കെ മുറിച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ സാമ്പാർ പൊടിയും കുറച്ച് മുളക് പൊടിയും ഇത്തിരി മല്ലിപ്പൊടിയും കൂടി നമുക്ക് ഇട്ടെടുക്കാം കേട്ടോ. പച്ചപ്പ് പോകുന്നോളം വരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അധികം പുളി എനിക്കിഷ്ടമല്ല സാമ്പാറിന്, ചെറിയ ഒരു പുളി. അതൊന്ന് ഞെവി നമുക്ക് അതിലേക്ക് ഇടാം. ഈ ഒരു ഗ്രേവി നമുക്ക് നമ്മുടെ സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ സാമ്പാർ റെഡി. ഉപ്പൊന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഉപ്പ് നമ്മൾ കുറച്ചിട്ടുള്ളൂ. ഇത്തിരി കുറവുണ്ട്. നല്ല സാമ്പാറാണ്. എനിക്ക് ഈ ഉപ്പിടുമ്പോൾ ഇങ്ങനെ കൈ കൊണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് അതിൻ്റെ കണക്കറിയില്ല. അതാണ് ഞാൻ കൈകൊണ്ടൊക്കെ ഇടുന്നത്. തിളച്ചു കിട്ടോ നന്നായിട്ട്. സാമ്പാർ ഇനി അതവിടെ ഇരുന്ന് അങ്ങോട്ട് കൂടും കണ്ടോ. നല്ല സെറ്റാണ്. കുറുകുറാന്നുള്ള സാമ്പാർ നമുക്ക് റെഡി. നല്ല ടേസ്റ്റിയും നല്ല കുറുകുറ സാമ്പാറും റെഡി. ഇനി നമുക്ക് ദോശയില്ല. നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ. ഇത് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ നമ്മുടെ ദോശയിലേക്ക്. കനം കുറഞ്ഞ ദോശയാണ് ഉണ്ടാക്കാൻ കേട്ടോ. ഇത്തിരി കനമായി പോലും, പക്ഷെ ഇത് സോഫ്റ്റ് ആയത് കാരണം കൊണ്ട് ഇതിപ്പോൾ കനം കുറയും. ജോസേട്ടന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ദോശ ഇഡ്ഡലി.
രാവിലെ എഴുന്നേറ്റേക്ക് ദോശ ഇഡ്ഡലിയും കൊടുത്താൽ പിന്നെ വേറെ ഒന്നും വേണ്ട. ഇഡ്ഡലി പാത്രം എൻ്റെ ഇല്ല, എൻ്റെ ഉണ്ടായിരുന്നത് എൻ്റെ വീട്ടിലായിരിക്കും, ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടില്ല. അവിടെ അച്ഛനൊക്കെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുകയാണ്, അവിടെ ഞാൻ പാത്രം എടുത്തുകൊണ്ടില്ല, എനിക്കൊന്നും മേടിക്കണം. നമ്മുടെ ദോശ റെഡിയായി. കാവു ദോശ. തട്ടുദോശ. ഞാൻ അങ്ങനെ അധികം ദോശ ഉണ്ടാക്കിയൊന്നും വയ്ക്കത്തില്ല. രാവിലെ ഉണ്ടാക്കിയിട്ട് ഒരു 3-4 ഉണ്ടാക്കും, അത് കഴിക്കും. പിന്നെ വേണമെങ്കിൽ ഞാൻ ചൂടോടെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. മാവ് നേരെ ഫ്രിഡ്ജിൽ കയറ്റി ഞാൻ വയ്ക്കും. മാവ് ഈ കട്ടയായിപ്പോയി ഇങ്ങോട്ട്. അപ്പോൾ ഇതെന്തായാലും അവിടെ നിന്ന് വേവട്ടെ, അതിന് മുമ്പ് നമുക്ക് കഴിച്ചാലോ. സൂപ്പർ, അടിപൊളിയാണ്. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്നത് തന്നെയാണ്, ട്രൈ ചെയ്ത് നോക്കട്ടാ. ഓക്കെ, ബൈ.